ആര്യപള്ളം കേരളത്തിലെ ആദ്യകാല സ്ത്രീവിമോചന പ്രവർത്തകരിൽ ഒരാളായിരുന്ന ആര്യപള്ളം 1908 ജനിച്ചു. പ്രാദേശിക ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. യോഗക്ഷേമ സഭയുടെ പ്രവർത്തകയായിരുന്ന ഇവർ വിധവാവിവാഹം, മിശ്രവിവാഹം, പന്തിഭോജനം തുടങ്ങിയവയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചു. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് പാർവതി നെന്മേനി മംഗലത്തിനൊപ്പം നേതൃത്വം നൽകി. സ്ത്രീസ്വാതന്ത്ര്യത്തിനായി അന്തഃപുര മർദ്ദനനിരസനം എന്ന പ്രമേയം അവതരിപ്പിക്കുകയും കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. കെ. കേളപ്പൻ നയിച്ച അയിത്തോച്ചാടന ജാഥയ്ക്ക് സ്വീകരണം നൽകുകയും മിശ്രഭോജനം വഴി അവർക്ക് ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. 1947-48 പാലിയം സത്യാഗ്രഹത്തിൽ ബ്രാഹ്മണ യുവതികളെ നയിച്ചത് ആര്യപള്ളമായിരുന്നു. രണ്ടാം ലോകയുദ്ധത്തെ തുടർന്ന് രോഗവും പട്ടിണിയും ദാരിദ്ര്യവും മൂലം കഷ്ടപ്പെട്ടിരുന്ന പാവങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുക്കുന്നതിനായി ആര്യപള്ളത്തിൻ്റെ നേതൃത്വത്തിൽ യാചനയാത്ര സംഘടിപ്പിച്ചു. വള്ളുവനാട്ടിലെ അധകൃതർക്ക് വഴി നടക്കാനും ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനുമുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചവരിലെ പ്രമുഖയാണ് ആര്യപള്ളം. വള്ളുവനാടിൻ്റെ അമ്മ എന്നും ആര്യപള്ളത്തെ വിശേഷിപ്പിക്കുന്നു.